ഈ ഹരിതസേനയെ കുറിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളെ വീട്ടിൽ വന്നു, ആ സമയത്ത് പ്ലാസ്റ്റിക് ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇല്ല, അടുത്ത പ്രാവശ്യം തരാം എന്ന് പറഞ്ഞാൽ അവരൊന്നും മിണ്ടാതെ പോകും. അപ്പോ ആൾക്കാർ ധരിക്കുന്ന 2-3 മാസം കൂടുമ്പോൾ കൊടുത്താൽ മതി എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ ഉള്ളത്. കോർപ്പറേഷനിൽ 60 രൂപയും മുനിസിപ്പൽ പഞ്ചായത്ത് ഏരിയകളിൽ 50 രൂപയാണ് ഇതിന് ചാർജ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ മുനിസിപ്പാലിറ്റിയുമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ടോ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം ചോദിക്കുക ഹരിതസേനയുടെ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാ ചോദിക്കുക. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, ചുമ്മാ പറയുന്നില്ല. അപ്പോ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ ആ ബുക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടാവില്ല. ആ ബുക്ക് എടുത്തിട്ട് വരൂട്ടാന്ന് പറയാം. ഓക്കെ, അപ്പൊ ബുക്ക് എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കും എത്ര തവണ അടച്ചിരിക്കുന്നു എന്നുള്ളത് അവർ നോക്കും. അതില്ലെങ്കിൽ അത് അവിടെ അടച്ചതിന് ശേഷം മാത്രമേ പിന്നെ മുന്നോട്ട് പോവാ ഈ നമ്മളെന്താണോ എന്ത് ആവശ്യത്തിനാണോ പോയിരിക്കുന്നത് അതിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഇപ്പോ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് നിരോധിത സ്റ്റേറ്റ് ആയിട്ടാണ് അംഗീകരിച്ചെങ്കിൽ പോലും ഈ പ്ലാസ്റ്റിക് നമ്മൾ കൃത്യമായി കൊടുത്തിരിക്കണം എന്നുള്ള ഒരു നിയമമാണ് ഇപ്പൊ അവിടെ വന്നുള്ളത്. ഇപ്പൊ പരമാവധി ആളുകൾ ഇപ്പൊ ഈ പ്ലാസ്റ്റിക് വീട്ടിലും എത്താതിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പറമ്പ് നാശാവാതിരിക്കാൻ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് തുണിസഞ്ചികളൊക്കെ ആയിട്ട് പോയിട്ടാണ് സാധനം മേടിക്കുന്നത്. ഞാനൊക്കെ പോകുമ്പോൾ തുണിസഞ്ചി ആയിട്ടാ പോവുക. പക്ഷെ നമുക്ക് കിട്ടുന്ന പല സാധനങ്ങളും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞതായി അത് കാരണം തന്നെ കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോ ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ കൊടുക്കാനില്ലാത്തത് കാരണം അടുത്ത പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ ലാഭമാണ് എന്നൊക്കെ വല്ലവരും ധരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഒരു വല്ലാത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഹരിതസേന എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സമൂഹം തന്നെ ഇപ്പൊ കേരളത്തിൽ വളർന്നു വന്നു. ഇവർക്കെല്ലാം നല്ലൊരു തുക മാസം അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ അണികളായി മാറുന്നു, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽദാതാവ് എന്നുള്ള നിലക്ക് പാർട്ടിയെ അവർക്ക് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. എന്റെ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർ തന്നെയാണ് ഈ ഹരിതസേനയിലെ ആളുകൾ. അപ്പൊ ഒരു വലിയ ഇപ്പൊ നമ്മൾ പറയില്ലേ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ പാർട്ടി നടത്തുന്ന സ്കൂളുകൾ ഇതിന്റെയൊക്കെ പോലുള്ള മറ്റൊരു രീതി ആണ് ഇത് ഈ ഹരിതസേന എന്ന് പറയുന്നത്. അപ്പൊ ആരും ഒരു മാസം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അടുത്ത അത് ലാഭമാണെന്നൊക്കെ ആരെങ്കിലും ധരിച്ചിരിക്കുന്നത് ഒക്കെ അബദ്ധമാണ്. പിന്നീട് നമ്മളത് കൊടുക്കേണ്ടി വരും. ഇനി ഒരു കാലത്ത് അതിന് ഫൈൻ അടക്കം കൊടുക്കേണ്ടി വരുമോ എന്നുള്ള, ഇതുവരെ ഫൈൻ ഇല്ല, ഇനി ഫൈൻ അടക്കം കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇപ്പൊ സർവ്വ മേഖലയിലും മനുഷ്യൻ എത്തിപ്പെടുന്ന എല്ലാ മേഖലകളിലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നികുതി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മൾ പറയും യൂറോപ്പിലെ നികുതിയെ കുറിച്ചൊക്കെ ഭയങ്കര ഡയലോഗ് നമ്മൾ പറയും. യൂറോപ്പിൽ നികുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫെസിലിറ്റീസും ആ രാഷ്ട്രം അവർക്ക് അനുവദിച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് ഫെസിലിറ്റീസ് ആണ് കിട്ടുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി അനുസൃതമായിട്ട്? അപ്പൊ അതൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല അല്ല ഈ വീടിനിപ്പം അല്ല പൊളിറ്റിക് ഒറ്റ സെക്കൻഡ് വീടിനിപ്പോ ഒരു പെയിന്റ് അടിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പൊ ഓൾറെഡി എനിക്ക് ബ്രെഡ് കിട്ടാസ് ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ പെയിന്റ് പോലും അടിക്കാൻ ഞാൻ ഇട്ടേക്കുവാ. ഇനി പെയിന്റ് അടിക്കുന്നേ ഒന്നും കിടക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ. ഉമ്മാർക്ക് മനുഷ്യൻ കുറെ പൊടിയെങ്കിലും ഇല്ലാതിരിക്കാൻ ചെയ്യുന്ന സമ്മതിക്കത്തില്ല. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, ഉള്ളത് കൊടുത്തിട്ട് ഏതെങ്കിലും കുത്തിമറിച്ച് ഒരു വല്ല ടാർപ്പാളിനോ വല്ലവും വെച്ച് അങ്ങനെ ആകുമ്പോൾ ഇവർക്ക് സന്തോഷം ഉണ്ടാവും. ടാർപ്പാളിനോ ഒരു ഷീറ്റും ഒക്കെ പഴയ ഷീറ്റും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പിന്നെ ഒരു സിലിണ്ടറും ഒക്കെ എടുത്ത് ജീവിക്കാൻ ഉള്ള ഒരു പരിപാടിയാണ്. അല്ലാതെ വഴിയില്ല. യവന്മാര് നമ്മുടെ ട്രൗസർ കൂടെ അടിച്ചോണ്ട് പറ്റുമോ? IMA ഒരു രക്ഷയില്ല യവന്മാരെ കൊണ്ട്. അല്ല ഈ അതല്ല നല്ലതല്ലേ പാർട്ടി ഒരു രക്ഷിതാവിനെ പോലെ അല്ലെങ്കിൽ ഒരു പിതാവിനെ പോലെ ആളുകൾക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുന്നു, ആളുകളുടെ എല്ലാവർക്കും അവർക്ക് കാശ് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സംവിധാനം വരെ നല്ലതല്ലേ? അപ്പൊ എല്ലാവരുടെ കയ്യിലും പിടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് നല്ലൊരു അല്ല പരിപാടിയല്ലേ? പൊളിറ്റിക്കലി ഇവിടെ ഞാൻ ഇത് ഈ തന്നെയാണ് ഹരിത ഞാൻ ഇപ്പൊ കർമ്മസേന എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് റെഡ് വാളണ്ടിയർമാരാണ്, അവര് ചുവപ്പ് ഒരു സേനയാണ്. സെക്കൻഡ് അത് സംശയമൊന്നുമില്ല. ഒരു സെക്കൻഡ് അല്ല പറഞ്ഞത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു പ്രശ്നത്തിന്റെ പരിഹാരമല്ല ഈ പറയുന്ന ഇടതുപക്ഷം ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അതിൽ നിന്ന് എങ്ങനെ ഇവരുടെ ഒരു അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ്. ഇത് ക്രിയേറ്റീവ് ആയിട്ട് ചവറ് സംസ്കരണത്തിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ, അതിന് കാശ് ചെലവ് ഇല്ലാതിരിക്കെ ഈ പറയുന്ന പോലെ ആളുകൾ സന്തോഷമായിട്ട് കൊടുക്കും. ഏത് ഈ പറയുന്ന ഹരിത വാളണ്ടിയർമാരൊക്കെ ആർക്കും വേണം കൊടുക്കാം. പക്ഷെ നമ്മൾ എന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പ്ലാസ്റ്റിക് ഇവരെന്ത് ചെയ്യുന്നു എന്ന ക്വസ്റ്റ്യൻ ഒന്നും ഇവർ ആൻസറേ ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മുടെ പ്രൈമറി നമ്മൾ കാശ് കൊടുക്കുന്ന എന്തിനാണ്? ഈ പറയുന്ന കൺസേൺ ആണ് നമ്മൾ കാശ് കൊടുക്കാൻ കാരണം, അല്ലാതെ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടല്ല.
ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് ഞാൻ 60 രൂപ കൊടുത്തു. ഈ 60 രൂപ ഞാൻ കൊടുക്കുന്നത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കൃത്യമായി സംസ്കരിക്കപ്പെടുന്നു. അതെങ്ങനെയാണ്? ഇതൊന്നും തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന സാധനം തന്നെ ഇതിലൊന്നും വെച്ചിട്ടില്ല. പകരം ഇവരുടെ അജണ്ട നടപ്പാക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു പുതിയ മാഫിയയും കൂടെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കൂടുതൽ ഒന്നുമില്ല. ഇവരുടെ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണം തന്നെ മാഫിയകളെ സൃഷ്ടിക്കുകയും ഇപ്പോഴുള്ള മാഫിയകളെ നിലനിർത്താനുമുള്ള അഭ്യാസ പ്രകടനം മാത്രമാണെന്ന് ഞാൻ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഇല്ല, ഇത് വേറൊരു ഹരിത പ്രശ്നം കൂടി ഉണ്ട്. കർമ്മക്കാര് ഇത് തെരുവിലിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്. പ്ലാസ്റ്റിക് ധനഞ്ജയ, കത്തിച്ചാല് ഒറ്റ സെക്കൻഡ്. അതിന്റെ പുക ധനഞ്ജയ, പോകുന്നത് ഒരു സെക്കൻഡ്. പാതാളത്തിലേക്കാണ്. നിങ്ങളുടെ വീട്ടിൽ കത്തിച്ചാൽ നിങ്ങൾക്ക് പിഴ അടയ്ക്കും. പക്ഷേ ഹരിതകർമ്മക്കാര് പുതിയ തെരുവീതികളിലിട്ട് കത്തിച്ചാൽ അതിന്റെ പുക പോകുന്നത് പാതാളത്തിലേക്കാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ല, ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ വീടുകളിൽ നിന്നെല്ലാം ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ഗ്രാമത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ അതൊക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ ഒരു PWD ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിന്റെ മതിലിന്റെ സൈഡിലായിട്ട് ഇത് വെക്കും. അത് മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴയിൽ ഇതെല്ലാം കുത്തി ഒലിച്ച് എല്ലായിടത്തേക്കും പോകും. അല്ലാത്ത കാലത്താണ് നായ കടിച്ച് പീറി അത് ആ പ്രദേശത്ത് മുഴുവൻ ഇടാക്കും. അപ്പൊ അതേ സംബന്ധിച്ച് അപ്പൊ അവരെന്ത് പറയുന്ന പറഞ്ഞാൽ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കളക്ട് ചെയ്താൽ ഇവിടെ എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മുനിസിപ്പാലിറ്റി വണ്ടി വിട്ടിട്ട് ഇത് സാധനം കൊണ്ടുപോകണം. അത് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ എന്താ ചെയ്യാന്നാണ്. നമ്മൾ അറിയുന്ന സ്ത്രീകളാണ് എല്ലാവരും, നമ്മളെ പ്രദേശ സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരുമാണ്. അത് പറഞ്ഞപ്പോൾ അതാണ് ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോയാലും ഇത് ഏറ്റി നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ മുനിസിപ്പാലിറ്റിയിൽ. അപ്പൊ അവരല്ലേ കൊണ്ടുപോകേണ്ട, അവരെ വണ്ടി വരാത്തതിന്റെ പ്രശ്നമാണെന്നാണ്. അത് ശരിയായിരിക്കാം, കാരണം അവർക്ക് ഇത് കളക്ട് ചെയ്യുക അവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കൊണ്ടുവരേണ്ടവരായിരിക്കും. പക്ഷെ അതിനു മുമ്പ് എന്ത് നടക്കുന്നുണ്ട്, എന്തിനു വേണ്ടി ഇത് കളക്ട് ചെയ്തു എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്. കളക്ട് ചെയ്യുന്നതിന് പിന്നിൽ ഈ പണം കൈപ്പറ്റുക എന്നതിലുപരി ഒരു ആത്മാർത്ഥത അതിനില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഇതെല്ലാം. ഇത് എല്ലാ പ്രദേശത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ പ്രദേശത്ത് ഇങ്ങനെയാണ്. അവിടെ കൊണ്ട് കൂട്ടി വെക്കും. അവിടെ ഈ തെരുവോട്ടികളുടെ ഏറ്റവും ശല്യമുള്ള പ്രദേശമാണ് എല്ലാ ഭാഗവും കേരളത്തിൽ ഇപ്പോ. അപ്പൊ ആ തെരുവോട്ടികൾ അത് വലിച്ചു കീറുന്നു, മഴ പെയ്യുമ്പോഴത് കുത്തിയൊലിച്ചു പോകുന്നു. അങ്ങനെ യാതൊരു ഉത്തരവാദിത്ത ബോധമല്ലാത്ത. അപ്പൊ മെമ്പറോട് ഞാൻ സംസാരിച്ചു, എന്താണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? ഇല്ല, അത് നാളെ തന്നെ കൊണ്ടുപോകും. വണ്ടിക്കാരുടെ പ്രശ്നമാണ്, അങ്ങനെ ഇങ്ങനെ. കാരണം അയാൾ വളരെ തന്മയത്വമായിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ അയാൾ സംസാരിച്ചു പോകും. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്. പക്ഷെ ഈ കാശിയുടെ കാര്യത്തിൽ അതിപ്പോ സ്കാൻ ചെയ്യാന്നുള്ള പരിപാടി വരെ ഉണ്ട്. ഇപ്പോ അവര് വന്നു കഴിഞ്ഞാൽ ഹരിതസേന നമ്മളെ വീട്ടു നമ്പർ അടിച്ചതിന്റെ അടുത്തായിട്ട് ഒരു സ്കാനിങ് സാധനം ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ സ്കാൻ ചെയ്യും. ആ സ്കാൻ ചെയ്യുമ്പോൾ എന്നിട്ട് അവിടെ ഒരു നോട്ട് ചെയ്യും, ഇവരിത് കാശ് തന്നിട്ടില്ല ഈ മാസം. അപ്പൊ അടുത്ത മാസം വീണ്ടും വരുന്നു, അപ്പോഴും കാശ് കൊടുത്തില്ല. അതൊക്കെ അവിടെ കണക്കുണ്ട്. അപ്പൊ നമ്മൾ ധരിക്കുക നമ്മളത് പ്ലാസ്റ്റിക് ഇല്ലാത്ത കാരണം നമ്മൾ കാശ് കൊടുക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഈ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ പോലും എത്ര നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുത്തോളൂ, കാശ് എന്തായാലും കൊടുക്കേണ്ടി വരും. അല്ല 50 രൂപ സദാശിവ കൊടുക്കുക അത് എന്നുള്ളതാണ് വളരെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട സെക്കൻഡ്, ഭാഗം. സദാശിവ ഒരു സെക്കൻഡ് പ്ലാസ്റ്റിക് കൊടുക്കണമെന്നില്ല, കാശ് കൊടുക്കുക. സദാശിവ ഒരു സെക്കൻഡ്. അതായത് ഞാൻ ഇന്നലെ ഈ നിയമത്തിനെ കുറിച്ച് മനസ്സിലാക്കി. ഈ നിയമം പാസ്സാക്കിയിട്ട് ഇത് ഭയങ്കര ഇതാണ്. നിങ്ങൾക്ക് ഒരു സർക്കാർ സർവീസും കിട്ടില്ല. നിങ്ങളൊരു കുടിക്കട സർട്ടിഫിക്കറ്റ് എന്ത് കാര്യത്തിന് ചെന്നാലും ഫസ്റ്റ് ഈ സാധനം കാണിക്കണം, നിങ്ങൾ ഈ കാശ് അടച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ കുടിശ്ശികയില്ല എന്നുള്ളത്. അങ്ങനെയാണ് നിയമം പാസ്സാക്കി വെച്ചിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കാതെ ഇതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ എന്റെ ഫ്ലാറ്റിലൊക്കെ ആകെ ഇപ്പൊ എന്റെ ഫ്ലാറ്റിൽ നിന്ന് മാത്രമാണ് ഇത് എടുക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഫ്ലാറ്റുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശില്ലാണ്ടല്ല, ഒക്കെ ദരിദ്രവാസികളാണ്. ഈ പറഞ്ഞ മാതിരി റോഡിലിട്ട് കത്തിക്കുക, അങ്ങനത്തെ കലാപരിപാടികളെ ചെയ്യുള്ളൂ. അത് നമ്മൾ പരാതി പറഞ്ഞിട്ടും ആരും വരാനും നോക്കാനൊന്നുമില്ല. അവിടെ ഒന്നൊരു ഫൈൻ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലും ചെയ്യാത്ത ആൾക്കാരാണ് അവിടുത്തെ നമ്മുടെ അധികാരികൾ. അപ്പൊ നമ്മളിത് എല്ലാ മാസവും കൊടുക്കും, റെസീറ്റും വാങ്ങിച്ചു വെക്കും. ഈ മറ്റുള്ള ആൾക്കാർ ആരും കൊടുക്കുന്നില്ല. അവർ വിചാരിച്ചിട്ടുള്ള എന്താ വെച്ചാൽ ഇവിടെയൊക്കെ എല്ലാ ഡോറിന്റെ മുകളിലും ഒരു QR കോഡ് ഒട്ടിച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇവര് സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മറ്റുള്ളവർ കൊടുക്കാണ്ടിരിക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് അവർ മിടുക്കന്മാരെ എന്നുള്ളതാണ്. അവരെന്തെങ്കിലും കാര്യത്തിന് ഇതേമാതിരി ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ പറഞ്ഞ പോലെ ഇത് ഇതായിട്ടുള്ളത്, ഈ കാശ് അടയ്ക്കാണ്ട് ഇവർക്ക് ഒരു കാര്യം കിട്ടില്ല എന്നുള്ളത്. അപ്പോഴാണ് ഇത് വലിയൊരു പ്രശ്നമായിട്ട് കേരളത്തിൽ വരാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. അല്ല ഇതിനകത്ത് അല്ല, ഒരു യൂസർ ഫീ കാര്യം എന്നാണ് പറയുന്നത്. യൂസർ ഫീ കറക്റ്റ്. എന്ത് ഞാൻ യൂസാ? മുനിസിപ്പാലിറ്റിയിൽ ഒരു തെരുവിളക്ക് വിഷയവുമായി കത്തുന്നില്ല, ബന്ധപ്പെട്ട് കൊതുകരിയിട്ട് കിടക്കാൻ മേല, പച്ചവെള്ളമില്ല, കുടിവെള്ളമില്ല, തെരുവിളക്കളില്ല, ഒന്നുമില്ല. യൂസർ ഫീ ആണ്. ഇത് അസംബ്ലിയിൽ പാസ്സാക്കിയ ഒരു നിയമമാണ്. ഇവിടുത്തെ പ്രതിപക്ഷക്കാർ എന്ത് തേങ്ങയാ അവിടെ ഇരുന്ന് ഉണ്ടാക്കിയെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ആ നിയമം വായിച്ചു കഴിഞ്ഞാൽ അറിയാം. 1000 അല്ല 5000 പിഴ. അപ്പം ഇതാണ് വീടുകളുടെ പരിസരത്ത് കത്തിച്ച് കിടക്കുന്നത് കണ്ടാൽ കേസെടുത്ത് 5000 വരെ പിഴ അടയ്ക്കാനും 10000 വരെ ശിക്ഷിക്കാനുമുള്ള നിയമങ്ങള്, തടവിലിടാനുള്ള നിയമങ്ങള്. അതേസമയം ഒരു യൂസും വീടുകൾക്ക് പഞ്ചായത്തുകളിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നുള്ളതാണ്. തിരുവിളക്കില്ല, പച്ചവെള്ളമില്ല, കുടിവെള്ളമില്ല, ഒന്നുമില്ല.
അപ്പൊ അത്തരം കാര്യങ്ങൾ യൂസർ ഫീ എന്നൊരു പേരിലാണ്. അസംബ്ലിയിൽ എന്ത് തേങ്ങയാണ് പ്രതിപക്ഷക്കാര് ഇതിൽ കൈകാര്യം ചെയ്തതെന്ന് അറിയില്ല. ഓക്കെ, അല്ല ഞാൻ അല്ല കൺക്ലൂഡ് ഇത് ചെയ്യാം അസംബ്ലിയുടെ ഈ കാര്യം വിഷയം. ആർ പി ഒരു സെക്കൻഡ്, ഒരു ഗ്രൂപ്പിനെയും കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. അല്ല ഒരു കാരണം ഗ്രൂപ്പിനെയും കൂടെ രാംചേട്ടൻ മറ്റേതാ വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് ഒരു ഗ്രൂപ്പിനെയും കൂടെ അതിനകത്ത് ചെയ്യണം. നമ്മള് ഗാഡ് കരാർ മുതൽ ഇങ്ങോട്ട് കാണുന്ന തീരദേശ കാര്യം വിഴിഞ്ഞം ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കുറെ പരിസ്ഥിതിവാദികളെ കണ്ടിട്ടുണ്ട്. സോ കോൾഡ് പരിസ്ഥിതിവാദി. അവർക്ക് പരിസ്ഥിതി സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങ് പൊട്ടി ഒഴുകുകയാണ്. ഈ വക പച്ചയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവന്മാരൊക്കെ എവിടെ പോയി എന്നുള്ളതാണ്. അത് ഇവന്മാരെ ഒന്നും നമ്മൾ ഒരു അല്ല തരി പോലും കാണാനില്ല എന്നുള്ളതാണ്. അല്ല അതായത് ഇവിടെ വളരെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകരാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ പണിയാണ് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്ന് ഓക്കെ പറഞ്ഞിട്ടുള്ള ശിവൻ, പരിപാടികൾ. തലച്ചോറ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഏറ്റെടുത്തിരിക്കുന്നത് വൈക്കം ബിഷപ്പിന്റെ മകനാണെന്നാണ് എന്റെ അറിവ്. അല്ല അതാണ് എന്റെ കാര്യം. ശിവൻ, ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ. പ്രളയത്തിന് വിറ്റ് കാശാക്കുക, ചവറിന് വിറ്റ് കാശാക്കുക, ഇത് മാത്രം, ഈ കാശാക്കൽ പരിപാടി മാത്രമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ പറയുന്ന ബ്രഹ്മപുരത്തിലായാലും ശരി തന്നെ, ഈ പറയുന്ന നമ്മളെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആയാലും ശരി തന്നെ, ഇതിലൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു പ്രശ്നത്തിനാണ് അവർ അഡ്രസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചവറിനെ സംസ്കരിക്കുക, നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ചവറിനെ വാങ്ങിച്ച് കൃത്യമായി ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ അത് രണ്ടിൽ നിൽപ്പുണ്ട്. പക്ഷെ ഇവർ വളർത്തിയെടുക്കുന്ന ഏതാണ്? ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു ടീമിനെയാണ് വളർത്തിയെടുക്കുന്നത്. ഇത് തന്നെയാണ് ഈ കേരളത്തിലായാലും ശരി തന്നെ, ഈ പറയുന്ന ഗവൺമെന്റ് ഓഫീസുകളിലായാലും ശരി തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്ന പരിഹാരത്തിനാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. പക്ഷെ ഈ രണ്ട് സംഭവങ്ങളും നടക്കത്തില്ല. ഈ രണ്ട് സംഭവത്തിന് സൊല്യൂഷനേ ഇല്ല. പകരം ഇതിന്റെ ഇടയ്ക്കുള്ള ആളുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ കരത്തിന്റെ കേസായാലും ശരി തന്നെ, ഗവൺമെന്റിന്റെ മൊത്തത്തിലുള്ള ഫംഗ്ഷൻ ആയാലും ശരി തന്നെ, അതിനുള്ള കറക്റ്റ് എക്സാമ്പിൾ ആണ് ഈ ചവറ് വേറൊരു പരിപാടി എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമ്മളെ ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഞാൻ അത്രയും പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നു. രാംചേട്ടന്